ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു ഓണക്കാലം കൂടെ കടന്നു വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പലവിധ സംവാദങ്ങളും വിവാദങ്ങളും ഉടലെടുത്തിരിക്കുന്നു. പ്രധാനമായിട്ടും മറ്റ് മതസ്ഥർ ഓണം ആഘോഷിക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ള വിഷയമാണ്. ഒരു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആളെന്ന നിലയിൽ എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഒരു ക്രിസ്തുവിനെ അനുഗമിക്കുന്നയാൾ, ദൈവവുമായിട്ട് നിരന്തരം സംസർഗം ചെയ്യുന്നയാൾ, വേദപുസ്തകം നമ്മളുടെ അവസാന വാക്കാണ് എന്ന് ചിന്തിക്കുന്നത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾ പലരും നെറ്റിച്ചുളിക്കുന്നുണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ ദൈവവുമായിട്ട് നിരന്തരം സംസാരിക്കുന്നയാൾ വേദപുസ്തകം അൾട്ടിമേറ്റാണ്, ലാസ്റ്റ് വേർഡാണ് എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. കാരണം യേശുവിൻ്റെ ശിഷ്യന്മാരും ലേഖനങ്ങൾ എഴുതിയ വ്യക്തികളും ആ പുസ്തകങ്ങൾ എഴുതിയതിന് ശേഷം ദൈവം ആരോടും സംസാരിച്ചിട്ടില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. സഭയുടെ പിതാക്കന്മാരുണ്ടായിരുന്നു. പല സഭകളും സഭയുടെ പിതാക്കന്മാരോട് ദൈവം സംസാരിച്ചതാണ് അവസാന വാക്ക്. അതിനുശേഷം ആരോടും അല്ലെങ്കിൽ പേഴ്സണൽ റെവലേഷൻ നടത്തിയിട്ടില്ല. പേഴ്സണൽ റെവലേഷൻ നമ്മൾ ആധികാരികമായിട്ട് കൺസിഡർ ചെയ്യേണ്ട എന്ന് വിശ്വസിക്കുന്ന സഭകളുണ്ട്. പക്ഷെങ്കിൽ വ്യക്തിപരമായ ദൈവത്തെ അനുഭവിച്ച ഒരു വ്യക്തിയും വേദപുസ്തകമാണ് അവസാന വാക്ക് എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്നില്ല. യേശുക്രിസ്തുവിനെ നോക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിന് മുമ്പ് എഴുതപ്പെട്ടിരുന്ന സ്ക്രിപ്റ്റേഴ്സ്, യഹൂദന്മാർ പിന്തുടർന്നു പോയിരുന്ന സ്ക്രിപ്റ്റേഴ്സ് പലതും തെറ്റാണെന്ന് യേശുക്രിസ്തു പറയുന്നു. ക്രിസ്തു തന്നെ പരീശന്മാരും ചുങ്കക്കാരും പാപികളും ഒക്കെയായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെയും വലിയ കടുത്ത യഹൂദന്മാർ നിശ്ചിതമായി വിമർശിച്ചിരുന്നു. ക്രിസ്തു ശാബത ദിവസം മനുഷ്യന് വേണ്ടി നിർമ്മിച്ചതാണ്, അല്ലാതെ മനുഷ്യൻ ശാബത്തിന് വേണ്ടി നിർമ്മിച്ച അല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. ശാബത ദിവസം അത് തെളിയിക്കുവാനായി പലർക്കും സൗഖ്യം കൊടുത്തു. ശാബത ദിവസം യേശുക്രിസ്തു ശിഷ്യന്മാരും ഒരു പാടശേഖരത്തിന് സൈഡിൽ കൂടെ പോയപ്പോൾ ഗോതമ്പ് മണി പറക്കി കഴിച്ചു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ യേശുക്രിസ്തു ഇത് തെറ്റാണ് എന്ന് കാണിക്കുവാനും തിരുത്തി എഴുതുവാനുമായിട്ടും ചെയ്തു കാണിച്ചു. അതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റേഴ്സ് എഴുതിയിരിക്കുന്നത് അവസാന വാക്കാണ്. അതൊരു കാലഘട്ടത്തിൽ ആവശ്യമായ കാര്യങ്ങളാണ് എഴുതി വച്ചിരുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സാമൂഹികമായിട്ട് ജീവിക്കുമ്പോൾ നമ്മളുടെ വിശ്വാസത്തെ തകർക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ പലതും നമ്മൾ നമ്മുടെ സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ സ്വാംശീകരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ ഒരു ദേശീയ ഉത്സവമായ ഓണം ക്രിസ്തുമത വിശ്വാസികളിൽ ഒരു വിശ്വാസക്കുറവും ഉണ്ടാകാതെ, വിശ്വാസ ചാഞ്ചല്യം ഉണ്ടാക്കാതെ അത് നമുക്ക് മറ്റുള്ള നമ്മുടെ സഹോദരങ്ങളുമായിട്ട് ഒരുമിച്ച് ആഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് വേദപുസ്തകം നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്നുള്ള നിലയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 14 അധ്യായം നമ്മൾ വായിക്കുന്നുടനെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് വെച്ച് അല്ലെങ്കിൽ ആഹാര രീതി വെച്ച് മറ്റുള്ളവരെ നമ്മൾ വിധിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മറ്റുള്ള ആൾക്കാർക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഭക്ഷണം അവരുടെ വിശ്വാസത്തിന് ചാഞ്ചല്യം ഉണ്ടാക്കുകയാണെങ്കിൽ, ഇടർച്ച ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അത് കർശനമായിട്ട് പാലിക്കരുത്. പൗലോസ് യഹൂദന്മാരും മറ്റുള്ള വിജാതീയ സ്ഥലങ്ങളിലേക്ക് പോയപ്പോൾ യഹൂദന്മാർക്ക് നിഷ്കർഷിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് കോഷർ ഭക്ഷണം അവർ കഴിക്കുമായിരുന്നു. കഠിനമായിട്ട് ആ ഭക്ഷണ രീതി ക്രമീകരിച്ച് പോയിരുന്ന പല ഡിസൈപ്പിൾസിനും മറ്റുള്ള രാജ്യത്ത് ചെന്നപ്പോൾ അവരുടെ ഭക്ഷണ രീതിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ പൗലോസ് അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശമാണ്, നിങ്ങളുടെ ആ ഭക്ഷണ രീതി കാരണം മറ്റുള്ള ആൾക്കാർക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അത് സ്നേഹത്തിൻ്റെ പ്രതിഫലനമല്ല, നിങ്ങളത് ചെയ്യരുത് എന്നാണ് പറയുന്നത്. അടുത്തതായി 1 കൊരിന്ത്യർ 8 അധ്യായം, അതിനകത്ത് പറയുന്നത് വിഗ്രഹ ആരാധന നടത്തുന്നവർ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം നമുക്ക് കൊണ്ടുതരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കഴിക്കണോ വേണ്ടായോ? അവിടെയും പറഞ്ഞിരിക്കുന്നത്
യഥാർത്ഥ വിശ്വാസിക്കറിയാം ഇതുകൊണ്ട് വിഗ്രഹാർപ്പിതമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കില്ല എന്ന് വ്യക്തമായിട്ടറിയാം. എന്നിരുന്നാലും മറ്റുള്ളവർക്ക് അതൊരു ഇടർച്ചയാവുകയാണെങ്കിൽ വിഗ്രഹത്തിൽ അർപ്പിച്ചത് മറ്റുള്ള ദേവനെ പൂജിച്ച ഭക്ഷണം കഴിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കാതിരിക്കാം. അല്ലെങ്കിൽ പൗലോസ് ശ്ലീഹ നമ്മുടെ അടുക്കെ ഇതിനകത്തൂടെ തരുന്ന സന്ദേശം, ഭക്ഷണമല്ല നമ്മളെ ദൈവത്തിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുന്ന ഘടകം. ഭക്ഷണം കൊണ്ട് ഇവിടെ ഒന്നും വായിലേക്ക് പോകുന്നതല്ല നമ്മുടെ പ്രശ്നം. വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് മറ്റുള്ള ആൾക്കാരെ അനുഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ വാക്കുകളും പ്രവൃത്തിയും കൊണ്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഇതൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. നമുക്ക് ദൈവവുമായിട്ട് കൂടുതൽ സംസർഗം ചെയ്യുന്നവരെ നമുക്ക് കൂടുതൽ രഹസ്യങ്ങൾ ദൈവം വെളിവാക്കി തരും. അത് വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിനൊന്നും യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് അഭിവൃദ്ധിയും അനുഗ്രഹവും ദൈവം തന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെയധികം വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കിട്ടി. ഇപ്പോൾ നമ്മൾ ചില റിലീജിയസ് ഫനാറ്റിക്സ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ജനങ്ങളുടെ അടുക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇന്നതേ കഴിക്കാവൂ, ഇന്നത് കഴിക്കരുത്. കാര്യം എന്താ? നമുക്ക് ചോയ്സ് ഉണ്ട്. വൈവിധ്യമായപ്പോഴത്തേക്കും നമുക്ക് ചോയ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ലോകത്തിൻ്റെ ദരിദ്ര രാജ്യമായ ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്, സുഡാൻ, മലാവി, മൊസാംബിക്ക്, ഇങ്ങനെയൊക്കെ പറയുന്ന രാജ്യങ്ങളിൽ നിങ്ങൾ ഏത് ഭക്ഷണം കൊണ്ടു കൊടുത്താലും അവർ കഴിച്ചോളും, അവർക്കൊരു പരാതിയുമില്ല. അപ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കേണ്ട വിഷയം, നമ്മൾ ഇച്ചിരി അഹങ്കരിക്കുന്നുണ്ടോ? അതേ കഴിക്കാവൂ, ഇത് കഴിക്കില്ലെന്ന് പറഞ്ഞ് മറ്റുള്ള ആൾക്കാരെ നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ? ഭക്ഷണം കൂടിപ്പോയതൊരു പ്രശ്നമായാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇനിയിപ്പോൾ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ഞാൻ വരികയാണ്. അതായത് ഭക്ഷണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ജീവിക്കുന്ന ഇപ്പുറത്തിലൊക്കെ ഓണാഘോഷം എന്ന് പറയുന്നത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്നതാണ്. കാര്യം വളരെയധികം മലയാളി അസോസിയേഷനുണ്ട്. എല്ലാവരുടെയും ആഘോഷങ്ങൾ ഈ വീക്കെൻഡ്സ്, ശനിയും ഞായറുകളുമാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാ അസോസിയേഷനും ഈ ആഘോഷങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 മാസം എടുക്കും. ഇപ്പം ആൾക്കാർക്ക് അതിൻ്റെ പ്രധാന കാരണം ആൾക്കാർക്ക് സമയം ക്രമീകരിക്കാൻ സാധിക്കുന്നുണ്ട്, ഡിസ്പോസിബിൾ ഇൻകം ഉണ്ട്. പിന്നെ ഈ വളരെ തിരക്കുള്ള ഈ ജോലിയിൽ ഇടയ്ക്ക് ഇച്ചിരി സന്തോഷം കണ്ടെത്തുവാൻ വേണ്ടി എല്ലാവരുമായിട്ട് ഒരുമിച്ച് കൂടുവാനും ഭക്ഷണം കഴിക്കുവാനും ഒന്ന് ആഘോഷം ഒക്കെ നടത്തുവാനായിട്ടും ഒരു ആഗ്രഹമുണ്ട്. അപ്പം ഈ ജോലി തിരക്കിൽ നിന്ന് മാറി നിൽക്കാനും ഒരു ദിവസം ഒന്ന് ആഘോഷിക്കുവാനും വേണ്ടിയുള്ള ഒരു അവസരമായിട്ടും കണക്ക് കൂട്ടുന്നു. അങ്ങനെ നോക്കുന്ന പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഓരോ അസോസിയേഷനും ഒക്കെ നോക്കുന്ന പറഞ്ഞാൽ ഫുഡ് കമ്മിറ്റി, ഡെക്കറേഷൻ കമ്മിറ്റി, മാവേലി കമ്മിറ്റി, അങ്ങനെ പല കമ്മിറ്റികൾ, പിന്നെ പിള്ളേർക്ക് ഗെയിംസ് കളിക്കാനുള്ള ഗെയിംസ് കമ്മിറ്റി, അങ്ങനെ ഓരോ കമ്മിറ്റികൾ തന്നെ നേതൃത്വം കൊടുത്ത് പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നു. വെച്ച് നോക്കുന്ന പറഞ്ഞാൽ മാവേലി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സർവ്വപ്രതാപത്തോടുകൂടി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ലഭിക്കാഞ്ഞ, ഒരു നഗരത്തിലോട്ട് വരുന്ന പറഞ്ഞാൽ ലഭിക്കാഞ്ഞ ആ സ്വീകരണമാണ് ഇപ്പോൾ ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ പലയിടത്തും മുത്തുക്കുടയൊക്കെ ചൂടി ഓലക്കുട മാവേലിക്കുണ്ട്, പക്ഷേ മാവേലിയെ സ്വീകരിക്കുവാനുള്ള ആൾക്കാർ മുത്തുക്കുടയും അതുപോലെ തന്നെ കഥനാവടിയും അതുപോലെ താലപ്പൊലിയൊക്കെ ഏന്തിയ സ്ത്രീകളും എല്ലാവരും സെറ്റ് സാരിയൊക്കെ ഉടുത്ത് ആണുങ്ങളൊക്കെയും അവരുടെ തനതായ കേരളീയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വളരെ ആഘോഷത്തോടെയാണ്, ചെണ്ടമേളമൊക്കെ ആയിട്ട് വളരെ ആഘോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് സ്പ്ലെൻഡറോടുകൂടിയാണ് കേരളത്തിന് പുറത്തുള്ള ആൾക്കാർ ഓണം ആഘോഷിക്കുന്നത്. ഞാൻ ഇനിയും ക്രിസ്തുമത വിശ്വാസികളുടെ അടുക്കെ ഒരു താരതമ്യം ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം ഈ കഥ. അതായത് ഇതുപോലെ തന്നെ ഒരു രാജാവ് ഒരു നഗരത്തിലേക്ക് പ്രവേശിച്ച കഥ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. യേശുക്രിസ്തു പാസ് ഓവർ അവസാനത്തെ ആഴ്ച, ക്രൂശുമരണത്തിന് മുന്നേ ഉള്ള ആഴ്ച, യെരുശലേം ദേവാലയത്തിലേക്ക് ഒരു രാജകീയ എൻട്രി നടത്തിയായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലെ ഒരു രാജാവിനെ സ്വീകരിക്കുന്ന പോലെ തന്നെ യേശുക്രിസ്തുവിനെ യെരുശലേം ദേവാലയത്തിലേക്ക്, അല്ല യെരുശലേം നഗരത്തിലേക്ക് സ്വീകരിച്ചു. കുഞ്ഞുകുട്ടികളും എല്ലാവരും ഹോശാന പാടി, ദാവീദൻ സുതന ഹോശാന എന്ന് ഉറക്കെ പാടി, അതായത് ബ്ലെസ്സഡ് ഈസ് ദ വൺ ഹു കംസ് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ്, ഹൊസാന എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ നാമത്തിൽ വരുന്നവൻ അതിന് ഹോശാന പാടി യേശുക്രിസ്തുവിൻ്റെ മുന്നിൽ കുരുത്തോലകളും, അതായത് കുരുത്തോലകളും ഒലിവിൻ തണ്ടും അതുപോലെ വസ്ത്രങ്ങളും മേൽമുണ്ടൊക്കെ വഴിയിൽ വിരിച്ച്
യേശുക്രിസ്തുവിനെ, കഴുതപ്പുറത്തിരുന്ന് വന്ന യേശുക്രിസ്തുവിനെ വളരെ ആഘോഷത്തോടെ സ്വീകരിച്ചു. നമ്മളെല്ലാ വർഷവും നമ്മൾ പള്ളിയിൽ ഇത് കൊണ്ടാടുന്നുമുണ്ട്. പക്ഷെ എനിക്ക് നിങ്ങളോടുള്ള ഒരു ചോദ്യം, ഈ പള്ളിയിൽ നമ്മൾ കൊണ്ടാടുന്ന ആ ശുശ്രൂഷ നമ്മളിപ്പോൾ ഓണം ആഘോഷിക്കുന്നതുമായിട്ട് തട്ടിച്ചു നോക്കുന്നുണ്ടേ, ആരാണ് യഥാർത്ഥ രാജാവ്? യേശുക്രിസ്തുവാണോ മഹാബലിയാണോ? അപ്പോഴാണ് ക്രിസ്ത്യാനികളുടെ യേശുക്രിസ്തുവിനെ രാജാവ് എന്ന് വിളിക്കുന്ന, അതായത് പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ രാജാവ്, സമാധാനത്തിൻ്റെ രാജാവിനെ നമ്മൾ ആ ഹോശാന ദിവസം സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? അതാണോ കൂടുതൽ സ്പ്ലെൻഡറായിട്ടുള്ളത്, അതോ നമ്മളിപ്പോൾ ഓണത്തിന് മഹാബലിയെ സ്വീകരിക്കുന്നതാണോ? നിങ്ങൾ ചിന്തിച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത ഹോശാനയ്ക്ക് നമ്മൾ എങ്ങനെയായിരിക്കണം യേശുക്രിസ്തുവിനെ യെരുശലേം ദേവാലയത്തിലേക്ക് സ്വീകരിച്ചത്? അതുപോലെ നമുക്ക് യേശുക്രിസ്തുവിനെ രാജാവായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്കും സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ.